വഖഫുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആശയക്കുഴപ്പങ്ങളൊന്നും അവസാനിക്കുന്നില്ല. എന്നാൽ യു പിയിൽ നിന്ന് കേരളത്തെ പഠിപ്പിക്കാൻ വഖഫുമായി ബന്ധപ്പെട്ടൊരു പാഠമുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യക്ക് മുഴുവൻ പഠിക്കാവുന്ന പാഠമാണ്. ആ പാഠം ഒന്ന് ഉദയപ്രതാപ് കോളേജിൻ്റെ UP കോളേജ് വഖഫ് നോട്ടീസ് പിൻവലിച്ചുകൊണ്ട് വഖഫ് ബോർഡ് ഓടിയ കഥ നമ്മൾ കണ്ടു. നമ്മൾ പലതവണ സംസാരിച്ചു. അത് അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി അവസാനം ഒന്ന് പറയാം. പക്ഷേ ഏറ്റവും പുതിയ പാഠം അതല്ല. ഉത്തർപ്രദേശിലെ സംബൽ ഇപ്പോൾ വലിയ വാർത്തയിലാണല്ലോ. സംബലിൽ അരിഗർ മന്ദിർ പൊളിച്ചിട്ടാണ് അവിടുത്തെ മസ്ജിദ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന പേരിലുള്ള തർക്കങ്ങൾ. അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് ക്ഷേത്രം പൊളിച്ചിട്ടാണ് എന്നുള്ളതിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു സംബൽ പ്രദേശം മുഴുവൻ വഖഫിൻ്റെയാണ്. അതായത് ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞ പ്രശസ്തമായ പ്രമുഖമായ ഹിന്ദി പത്രം ഉണ്ടല്ലോ, ഹിന്ദി പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. സംബൽ സിറ്റി എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ റേഡിയസേ ഉള്ളൂ. വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്ന കണക്ക് വെച്ച് 5 അല്ല 7 കിലോമീറ്റർ റേഡിയസ് വഖഫിൻ്റെയാണ്. സംബൽ സിറ്റിയും കഴിഞ്ഞ് പിന്നെ 2 കിലോമീറ്റർ കൂടെ വഖഫിൻ്റെയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്തപ്പോൾ രാജേന്ദ്ര പെൻസിയ എന്ന് പറഞ്ഞ ജില്ലാ മജിസ്ട്രേറ്റ് റവന്യൂ രേഖകൾ പരിശോധിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചു. അവിടുത്തെ SDM സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഒരു 3 അംഗ കമ്മിറ്റി വെച്ചു. കമ്മിറ്റി വെച്ചിട്ട് വഖഫ് അങ്ങനെ വഖഫാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് വഖഫാണോ ഇല്ലെന്ന് പരിശോധിക്കാൻ വേണ്ടി കമ്മിറ്റി വെച്ചു. മുനമ്പത്ത് വഖഫാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അല്ല, കമ്മിറ്റി വെച്ചോ, ഒരു കമ്മീഷനെ വെച്ചു. അതെന്താണ്, ഇതെങ്ങനെ പരിഹരിക്കാം എന്ന തരത്തിൽ പരിഹരിക്കാൻ നിയമം മാറുകയല്ലാതെ ഒരു മാർഗ്ഗമില്ലെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ ആർക്കും അറിയാം. എന്നിട്ടും കമ്മിറ്റി ഒരു കണ്ണിൽ പൊടിയിടുന്ന പോലെ. ഇവിടെ അങ്ങനെയല്ല. ഇവന്മാരിങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു, അത് പരിശോധിക്കുക, ഇവന്മാരുടെ ഡോക്യുമെൻറ്റ്സ് വെച്ച് പരിശോധിക്കുക, ഇതാരുടെയാണെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് 2 കാര്യങ്ങൾ ഓർക്കണം. അവിടെ ഉദയപ്രതാപ് കോളേജിന് നോട്ടീസ് വെച്ചപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ എല്ലാം വഖഫാവുന്ന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് 2.5 ലക്ഷത്തോളം പ്രോപ്പർട്ടി, 2,35,000 പ്രോപ്പർട്ടി വഖഫിന് അവകാശമുണ്ട്. ഈ പ്രോപ്പർട്ടി എല്ലാം നിങ്ങളുടെയാണെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഞാനൊന്ന് അളക്കാൻ പോവുകയാണെന്ന് യോഗി ഉത്തരവിട്ടു. വഖഫിൻ്റെ സ്വത്തിനെ കുറിച്ചൊന്ന് ഉത്തരവിട്ട് അത് അളക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സംബൽ സിറ്റി മുഴുവൻ ഞങ്ങളുടെയാണെന്ന് പറയുന്നത്. സംബൽ സിറ്റിയെ സംബന്ധിച്ചറിയാലോ, സംബലിൽ ഈ മസ്ജിദിൻ്റെ തർക്കം വന്നതിന് ശേഷം നാഷണൽ ശ്രദ്ധ, ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ജില്ലയാണ്. അവിടെ വ്യാപകമായ, അതൊരു ജില്ലയല്ല, നഗരപ്രദേശമാണ്. അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. 78-ന് ശേഷം ഓടിപ്പോയി. അത് വേറൊരു കഥയാണ്. അതേക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ ഈ കോടതിയുടെ ഇപ്പോൾ സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ സർവേയൊന്നും നടക്കുന്നില്ല. അവിടുത്തെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിലായിരുന്ന ഈ മസ്ജിദ് അവിടുത്തെ ആളുകൾ അവർ ഏറ്റെടുത്ത് കയ്യേറിയിരിക്കുകയാണ്. കമ്മിറ്റിയൊക്കെ ഉണ്ട്. AIC-കാർക്ക് അങ്ങോട്ട് കയറാനും വയ്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ പള്ളിയാണത്, അങ്ങോട്ട് കയറാൻ വയ്യ. പള്ളി മസ്ജിദ് കയറാൻ സമ്മതിക്കില്ല. അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് അടിമുടി മാറ്റി എന്നൊക്കെ നമ്മൾ സർവേ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ചെയ്തു. അതിനുശേഷം അവിടെ സംബലിൽ കാര്യമായ ഒരുപാട് പരിശോധനകൾ നടന്നു. വൈദ്യുതി മോഷണം കണ്ടു. MP ഉൾപ്പെടെ 1 കോടി രൂപയുടെ വൈദ്യുതി ട്രാൻസ്ഫോമറൊക്കെ അടിച്ച് വീട്ടിൽ പരക്കാത്ത വെച്ചത്. കറണ്ട് ചാർജ് അടയ്ക്കത്തില്ല, നേരിട്ട് ലൈനിൽ നിന്ന് വലിച്ചു കണക്കുക. പള്ളിയിൽ, മസ്ജിദിൽ കറണ്ട് നേരിട്ടാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വാർത്തകൾ വന്നു. അപ്പോൾ അവിടെ പലയിടത്തും കുഴിക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് അമ്പലം കിട്ടുക. കാരണം അവിടെ ഹിന്ദുക്കളെ മുഴുവൻ 78-ൽ ഒരു വലിയ 180ഓളം ആളുകൾ കൊല്ലപ്പെട്ട കൂട്ടക്കൊലയ്ക്ക് ശേഷം ഹിന്ദുക്കളെല്ലാം ഓടിപ്പോയി. അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഇവർ കയ്യേറി അവിടെ താമസിക്കുകയാണ്. അവിടെ ഹിന്ദു ഐഡൻറ്റിറ്റി മുഴുവൻ മറച്ചു. അവിടെ വലിയ തോതിലുള്ള അന്വേഷണം, മൈനിങ്ങും ഖനനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്? UP സർക്കാർ. ഇപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നുമല്ല യോഗി ആദിത്യനാഥ്. എന്നാൽ കണ്ടുപിടിച്ചിട്ട് സംബലിൻ്റെ മൂലം തേടിയുള്ള പോക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ വഖഫ് ബോർഡ് കൊണ്ടിട്ട് വഖഫ് ബോർഡ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. എത്ര പ്രോപ്പർട്ടി? 20 പ്രോപ്പർട്ടി. ഈ സംബൽ മസ്ജിദ് കൂടാതെയുള്ള 20 പ്രോപ്പർട്ടി ആരുടെയാണ്? വഖഫിൻ്റെയാണെന്ന് പറഞ്ഞു. ആ വഖഫിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി എടുത്ത് നോക്കുമ്പോഴോ അതിനകത്ത് ഇപ്പോൾ അവിടെ സംബൽ മസ്ജിദിന് മുന്നിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ പോലീസ് ഔട്ട് പോസ്റ്റ് വഖഫിൻ്റെയാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ വഖഫിൻ്റെയാണ്. ജില്ലാ ആശുപത്രി വഖഫിൻ്റെയാണ്. തഹസീൽ, താലൂക്ക് ഓഫീസ് വഖഫിൻ്റെയാണ്. മുനിസിപ്പാലിറ്റി വഖഫിൻ്റെയാണ്. പോസ്റ്റ് ഓഫീസ് വഖഫിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തമാശ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ 1905 മുതലുള്ള പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ 929-ൽ വഖഫിന് കൊടുത്തു എന്ന് പറഞ്ഞാണ്
ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു അവകാശവാദം ഉന്നയിച്ച് ഡോക്യുമെൻ്റ് കൊടുത്ത് അതിന് മാപ്പും കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഈ മാപ്പുണ്ടാക്കി ഏതെല്ലാം ഭൂമിയാണ് വഖഫിൻ്റെ എന്നും വഖഫ് ബോർഡ് ഒരു മാപ്പുണ്ടാക്കി. എന്നിട്ട് സത്യവർത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് വേറൊരു പോലീസ് സ്റ്റേഷൻ, അതും വഖഫിൻ്റെയാണ്. അങ്ങനെ ഇത്രയും ഭൂമിയുടെ ക്ലെയിം ഉന്നയിച്ച് ഒരു നഗരം മുഴുവൻ അവരുടെയാണെന്ന് ആവശ്യപ്പെട്ട് വഖഫ് ഡിമാൻഡ് ചെയ്തപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ്, നമ്മുടെ ജില്ലാ കളക്ടറെ പോലെ ഉള്ള ആൾ, ജില്ലാ മജിസ്ട്രേറ്റ് SDMൻ്റെ നേതൃത്വത്തിൽ ഒരു 3 അംഗ കമ്മിറ്റി വെച്ച് അന്വേഷണം നടത്തിയപ്പോൾ അബ്ദുൾ സമദ് എന്നയാളാണ് ഇത് വഖഫ് ചെയ്തിരിക്കുന്നത് കണ്ടെത്തി. അപ്പോൾ ഈ വഖഫ് ചെയ്ത ആളെ കണ്ടെത്താൻ വേണ്ടി ബാക്ക് ഡോക്യുമെൻ്റ് മുഴുവൻ പരിശോധിച്ചു. അങ്ങനൊരു കഥാപാത്രം ഇല്ല. അബ്ദുൾ സമദ് എന്ന് പറഞ്ഞ ഒരാളില്ല. പക്ഷേ അയാളാണ് എല്ലാ ഡോക്യുമെൻസും പരിശോധിച്ചപ്പോൾ അബ്ദുൾ സമദ് എന്ന് പറഞ്ഞ ഒരാളില്ല. എന്നാൽ അയാൾ വഖഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമാനമായ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. തളിപ്പറമ്പിൽ ഒരു പട്ടണം മുഴുവൻ വഖഫ് ചെയ്യാന്നാണ് പറയുന്നത്. അതെ. അവിടെ പിന്നെ ഈ കുടിയൊഴിപ്പിക്കാൻ നോട്ടീസ് കിട്ടിയിരിക്കുന്ന നല്ല ശതമാനം ആരാണ്? മുസ്ലിങ്ങളാണ്. അവിടുത്തെ പള്ളിയുടെ വകയാണ് തളിപ്പറമ്പ് നഗരം മുഴുവൻ. അവിടുത്തെ രാജരാജേശ്വര ക്ഷേത്രം പോലും വേണ്ട മസ്ജിദിൻ്റെ ആണെന്ന് വേണേൽ പറയാവുന്ന തരത്തിൽ നിൽക്കുകയാണ്. നഗരം മുഴുവൻ സർക്കാർ പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. അവിടെ CPM രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെ വേണേൽ ഒഴിപ്പിക്കട്ടെ. കാരണം അവിടെ കുറേ കടകളൊക്കെ ഇരിക്കുന്ന ആരുടെയാണെന്നറിയാം? മുസ്ലിങ്ങളുടെയാണ്, മുസ്ലിം ലീഗുകാരുടെ. എന്നാൽ ഉമ്മാർക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് വെച്ചിട്ട് അവിടെ CPMകാരാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. എല്ലാത്തിൻ്റെ പിന്നിലും CPM ആണ്. മുനമ്പത്തെ പ്രശ്നത്തിൻ്റെ പിന്നിലും CPM ആണ്. കാരണം P ജയരാജൻ്റെ പുസ്തകത്തിൽ രാഷ്ട്രീയ കേരളം ഇസ്ലാം എന്ന് പറഞ്ഞ പുസ്തകമില്ലേ, അതിനകത്ത് പറയുന്നുണ്ട് ഈ മുനമ്പം ഉൾപ്പെടെയുള്ള വഖഫിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി CPM എടുത്തിട്ടുള്ള നിലപാടുകളെ വിശദമാക്കുന്ന 10 പേജ് അതിനകത്തുണ്ട്. അപ്പോൾ CPMൻ്റെ കള്ളക്കളി, CPM ആണ് ഈ കളി മുഴുവൻ കളിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഏതായാലും അബ്ദുൾ സമദ് എന്ന ആളെ തപ്പിപ്പോയപ്പോഴത്തേക്ക് അയാളെക്കുറിച്ച് ഡോക്യുമെൻറ്റ്സ് ഇല്ല, അയാളുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആരുമില്ല. പിന്നെ എങ്ങനെ അബ്ദുൾ സമദ് എന്ന് പറയുന്ന ഒരാൾ ഇത്രയും ഭൂമി വഖഫ് ചെയ്തു, വഖഫിന് കൊടുത്തു എന്നുള്ള ഒരവകാശവാദം വന്നു. അപ്പം തന്നെ അവകാശമില്ല. അയാളെക്കുറിച്ചൊരു റവന്യൂ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഒരു അബ്ദുൾ സമദില്ല. അപ്പോൾ പിന്നെ ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം വന്നു. അതുകൂടാതെ ഈ വഖഫ് ചെയ്യുന്ന സ്ഥലം ഇന്ന പ്രോപ്പർട്ടി ഇന്ന സർവേ നമ്പർ ഒന്നും വേണ്ടേ? അങ്ങനെ വേണമല്ലോ വഖഫ് നമ്മൾ കരുതാം. പക്ഷേ ആ വഖഫ് നിയമപ്രകാരം അങ്ങനെയൊന്നും വേണ്ട. ഇന്ന സ്ഥലം വഖഫിൻ്റെ. ഇവിടെ നമ്മുടെ ചെല്ലാനം, എടക്കൊച്ചിയിൽ ഒറ്റ മുസ്ലിങ്ങളില്ലാത്ത സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന് പറയുന്ന കടലോര പഞ്ചായത്ത്. മുസ്ലിമുകളേ ഇല്ല, മുസ്ലിം പള്ളിയില്ല. അവിടുന്ന് 8-10 കിലോമീറ്റർ അപ്പുറത്ത് എടക്കൊച്ചിയിലൊരു മുസ്ലിം പള്ളിയുണ്ട്. ആ എടക്കൊച്ചി മുസ്ലിം പള്ളിയുടെ പേരിലാണ് ചെല്ലാനം മുഴുവൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, വഖഫ് മാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ചെല്ലാനത്തെ ഭൂമി മൊത്തം വഖഫിന് കൊണ്ടുപോകാം എന്ന് പറയുന്നത് പോലെ ഈ അബ്ദുൾ സമദിൻ്റെ പേരിൽ വഖഫ് ചെയ്ത പ്രോപ്പർട്ടി എങ്ങനെ എഴുതിയിരിക്കുന്നത് എങ്ങനെയറിയാം? നഗര കേന്ദ്രത്തിൽ നിന്ന് 4 ഭാഗത്തേക്കും 1 കിലോമീറ്റർ വഖഫിൻ്റെയാണ്. നഗരകേന്ദ്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എറണാകുളം, നമ്മൾ നിൽക്കുന്ന എറണാകുളം സിറ്റി അല്ലേ? എറണാകുളം സിറ്റിയുടെ നഗരകേന്ദ്രം ഏതാ? വൈറ്റിലയാണോ, കടവന്ത്രയാണോ, MG റോഡാണോ, എവിടെയാണ്? നഗരകേന്ദ്രം എന്ന് പറഞ്ഞ് തൊട്ട് കാണിക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല അല്ലേ? അതെ. അതൊരു പോയിന്റ് അല്ല. നഗരത്തിൽ നിന്ന് 1 കിലോമീറ്റർ എങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് കണക്കാക്കും? ആ പോയിന്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൽ നിന്ന് 1 കിലോമീറ്റർ എൻ്റെ ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറ്റി കൊണ്ട് വൈറ്റിലെ കുത്തിയിട്ട് അതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവ് പറയാം, അല്ലേ കടവന്ത്രയെ കുത്തിയിട്ട് പറയാം, അല്ലേ എറണാകുളത്തമ്പലത്തിൻ്റെ വാതിക്കെ കുത്തിയിട്ട് 1 കിലോമീറ്റർ എൻ്റെ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റാണ് ഉണ്ടാക്കിയത്. ആ ഡോക്യുമെൻ്റ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഇങ്ങനെ അത് മൊത്തത്തിൽ കണ്ടപ്പോൾ UP സർക്കാരിന് മനസ്സിലായി ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കിട്ടിയ അവസരത്തിൽ സംഗതി ഇങ്ങോട്ട് പോരല്ലേ, ഇനി പാർലമെൻറ്റിലെങ്ങാനും ഈ നിയമ ഭേദഗതി വന്നാൽ നഷ്ടപ്പെടരുത് വെച്ചിട്ട് തട്ടിക്കുട്ടി ഉണ്ടാക്കിയ സാധനം. എവിടെ? UP യോഗി, എവിടെ ബുൾഡോസർ ബാബ ഇരിക്കുന്ന UP പോലും തട്ടിക്കൂട്ടാൻ യുവമാർക്ക് ധൈര്യം വന്നു. അവിടെ 2 വഖഫ് ബോർഡാണ്, ഷിയ വഖഫ് ബോർഡും ഉണ്ട്, സുന്നി വഖഫ് ബോർഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് കിട്ടിയപ്പോൾ എന്താ ഇപ്പോൾ ചെയ്തിരിക്കുന്നറിയോ? ആദ്യമേ അന്വേഷണ കമ്മീഷൻ വെച്ചു ഇത് വ്യാജമാണെന്ന്. വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയതിന് വഖഫ് ബോർഡിനെതിരെ കേസ്, വഖഫ് ബോർഡിനെതിരെ കേസ്, FIR ഇട്ടു. സംബാൽ പോലീസ് കേസെടുത്തു. വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ മിക്കവാറും ഉണ്ടതില്ല. അപ്പോൾ UP നിന്ന് പിന്നെയും ഒരു പാഠം, അതായത് കള്ള ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കി വഖഫിൻ്റെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയാൽ എന്ത് ചെയ്യും? അവിടുത്തെ സർക്കാർ വഖഫിൻ്റെ ക്ലെയിം വന്നാൽ ജുഡീഷ്യൽ കമ്മീഷൻ എന്ത് അധികാരം ഉണ്ടെന്നാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ എടുത്ത് തോട്ടിക്കളയും. അത് ഒരു കൊലപാതകത്തെക്കുറിച്ചൊരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ആരെങ്കിലും കുറ്റവാളിയാണെന്ന് കണ്ടാൽ പോലും കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, കേസെടുക്കാൻ പോലും പറ്റില്ല.
അപ്പം മാറാട് കമ്മീഷൻ റിപ്പോർട്ട് വന്നില്ലേ? അതെ. എന്ത് ചെയ്തു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ? ചെയ്തില്ല. ഒന്നും ചെയ്യും. ആളുകളെ പറ്റിക്കാനുള്ള ഒരു പ്രഹസനം ഒരു വിരമിച്ച ഒരു ജഡ്ജിക്ക് കുറേ കാലം ഇങ്ങനെ ഇരുന്ന് നീങ്ങാനുള്ള ഒരു പദവി എന്നതിനപ്പുറത്ത് ഒന്നുമില്ല. അതുകൊണ്ടാണ് ജഡ്ജിമാരൊന്നും ജുഡീഷ്യൽ കമ്മീഷനായിട്ട് പോവാറില്ല. കാരണം ജുഡീഷ്യൽ കമ്മീഷൻ ഒരു അധികാരമില്ല. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ്, റിട്ടയർമെൻറ്റ് കാലത്ത് ഒരു വിനോദമായി ജഡ്ജിമാർക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു പദവിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ. സിറ്റിംഗ് ജഡ്ജിമാരെ കൊടുക്കത്തില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോടതിയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിലെ വിധിയുണ്ട്. സിറ്റിംഗ് ജഡ്ജിമാരെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വിടത്തില്ല. കാരണം എന്താ പറയുക? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കമ്മീഷൻ റിപ്പോർട്ട് ഒരു വിലയുണ്ടാകത്തില്ല. രണ്ട്, ജുഡീഷ്യൽ കമ്മീഷനെ ആൾക്ക് ഇഷ്ടം പോലെ ചീത്ത പറയാം. അങ്ങനെ അവസരം കമ്മീഷനെ ചീത്ത പറയാം. കമ്മീഷനെ ശരിയല്ല, കോടതിയെ പറയുന്ന പോലെയല്ല. കോടതിയുടെ അത്രയും പ്രൊട്ടക്ഷനും പ്രിവിലേജും ഒന്നും ജുഡീഷ്യൽ കമ്മീഷന് കിട്ടത്തില്ല. അതുകൊണ്ട് കരക്കാരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ എന്തിന് സിറ്റിംഗ് ജഡ്ജി പോകണം? അത് കഴിഞ്ഞ് ഇതെടുത്ത് ആരോപണം മുഴുവൻ കമ്മീഷനെതിരെ വരും. അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം കോടതി ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിയുടെ റെപ്യൂട്ടേഷൻ ബാധിക്കും. അതുകൊണ്ട് സിറ്റിംഗ് ജഡ്ജിമാരെ കൊടുക്കില്ല എന്ന ഒരു 10-20 വർഷം മുമ്പുള്ള സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകൾ ചോദിക്കും, ഒരു ജഡ്ജിയെ തരാമോ? ഉടനെ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി പോയി പണി നോക്കട്ടെ എന്ന് പറയും. ഇവിടെ ഇഷ്ടംപോലെ പണി വേറെയുണ്ട്. അങ്ങനെയാണ് ജുഡീഷ്യൽ കമ്മീഷനായിട്ട് സിറ്റിംഗ് ജഡ്ജിമാരെ കിട്ടാത്തത്. അപ്പോൾ ആ പരിപാടിയല്ല അവിടെ ചെയ്ത്. ഉടനെ ഒരു കമ്മിറ്റിയെ വെച്ചു. കമ്മിറ്റി നോക്കിയപ്പോൾ ഇത് ഫ്രോഡാണെന്ന് കണ്ടു. എന്നാൽ പിന്നെ ഈ റിപ്പോർട്ടും തള്ളിക്കൊണ്ടുവന്ന വഖഫ് ബോർഡ് ചെയർമാൻ ജയിലിൽ പോകാനുള്ള പണി എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ അതിപ്പം സമ്പൽ പോലീസ് കേസെടുത്തു. ഈ അവകാശവാദം ഉന്നയിച്ച വഖഫ് ബോർഡിൻ്റെ ഭാരവാഹികൾക്കെതിരെ. അപ്പോൾ ബോർഡിൻ്റെ ചെയർമാൻ ഇല്ലെങ്കിൽ മിനിമം ഇത്തരം ഒരു റിപ്പോർട്ട്, സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ CEO എന്ന് പറയുന്ന മഹാൻ, കേരളത്തിലും തന്നെ. ബാക്കിയൊക്കെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായി നിയമിക്കപ്പെടുന്ന വഖഫ് ബോർഡിൻ്റെ CEO ഓർക്കണ്ടേ ഇത്തരം ഒരു സാധനമായിട്ട് പണി കിട്ടുമെന്നുള്ളത്? ഇപ്പം പണി കിട്ടുമെന്ന് മനസ്സിലായി. മിക്കവാറും CEOയെ അറസ്റ്റ് ചെയ്യും. വ്യാജരേഖ ഉണ്ടാക്കി ഒരു നഗരം മുഴുവൻ വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞതിന് ഈ CEOയ്ക്കെതിരെ FIR ഇട്ടു ഇന്നലെ. ബാക്കി അറസ്റ്റ് അടക്കമുള്ള നടപടി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനും CEOയും ഒക്കെ ആണുങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ചിലപ്പോൾ അകത്തു പോകും. ഇതാണ് UP യിൽ നിന്നുള്ള പുതിയ പാഠം. പഴയ പാഠം നമ്മൾ പറഞ്ഞല്ലോ, ഉദയപ്രതാപ് കോളേജ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് എന്നപ്പോഴത്തേക്ക് 20,000 പിള്ളേരും സ്റ്റാഫും എല്ലാം കൂടെ ചെന്നിട്ട് വെള്ളിയാഴ്ച മസ്ജിദ് അങ്ങ് വളഞ്ഞിട്ട് പറഞ്ഞു പുറത്തോട്ട് ആരും ഇറങ്ങത്തില്ല. അത് മാത്രമല്ല, അടുത്ത വെള്ളിയാഴ്ച മുതൽ കാശിയിലെ ഒറ്റപ്പള്ളിയിലും പ്രാർത്ഥന നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വഖഫ് ബോർഡ് പിറ്റേ ദിവസം ഉത്തരവിറക്കി, അയ്യോ ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇത് വഖഫ് അല്ല എന്ന്. അത് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം വന്നു. അടുത്ത പാഠം യോഗി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. വഖഫ് എന്നൊക്കെ പറഞ്ഞൊരു കളിക്കാൻ വന്ന കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജും കാശിയും വഖഫാണെന്ന് പറഞ്ഞല്ലോ. ചവിട്ടിക്കൂട്ടിയെടുത്ത് അറബിക്കടലിൽ കളയും, കുഴിച്ചു മൂടുമെന്ന് യോഗി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വഖഫ് ബോർഡിനെ വഖഫ് കേന്ദ്ര നിയമമല്ലേ, അതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുമെന്ന് യോഗി കാണിക്കുന്നുണ്ട്. നമ്മുടെ താഴെ ചില കമൻ്റൊക്കെ വന്നിരുന്നു ഇന്നലെ. പിന്നെ എന്ത് ചെയ്യാൻ യോഗി എന്ത് ചെയ്യാൻ? കേന്ദ്ര നിയമമല്ലേ, ഞങ്ങളുടെ വഖഫ് നിയമം ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, എന്നാൽ UP യിൽ ഒന്ന് പോയി കാണിച്ചു നോക്ക്, വിവരം അറിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.